ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ എണീറ്റു നമ്മുടെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. വിളക്ക് കൊളുത്താൻ സാധിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് വിളക്ക് കൊളുത്തുന്നില്ല. രാവിലെ എണീറ്റ് ഞാൻ നമ്മുടെ മസാല കാപ്പി ഇട്ട് കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കി വെക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ഇത് പതിവായി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. കാപ്പി ചിലപ്പോൾ നമ്മുടെ കട്ടൻ ചായ ആയിരിക്കും. ചില ദിവസങ്ങളിൽ ഇപ്പം മഴ തുടങ്ങിയതുകൊണ്ട് ഞാൻ നമ്മുടെ മസാല കൊണ്ടുള്ള ആ കാപ്പി ഇട്ട് കുടിക്കാറുണ്ട്. അത് പനിയൊക്കെ വരാതിരിക്കാനും നല്ലൊരു മസാല കാപ്പിയാണല്ലോ, അത് പ്രൊട്ടക്റ്റീവാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അത് ഒരു കാപ്പിയും കുടിച്ച് ഒരു എള്ളുണ്ടയും കഴിക്കാറുണ്ട്. എല്ലാവരും കഴിക്കാറുണ്ട് ഇവിടെ. മോൻ അത്ര ഇഷ്ടമല്ല കാപ്പി കുടിക്കുന്നത്, പക്ഷേ എങ്കിലും അവനെ നിർബന്ധിച്ച് കുടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ രാവിലത്തേക്കുള്ള നാസ്തയാണ്. നാസ്തയ്ക്ക് നമ്മൾ അവൽ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല കട്ടിയുള്ള അവലെടുത്തിട്ടുണ്ട്. അവൽ കുറച്ചൊന്ന് വെള്ളം നനച്ച് വെക്കണം. ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമില്ല, 2-3 മിനിറ്റ് ഒന്ന് വെച്ച് ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഇത് ആദ്യം കപ്പലണ്ടി ഇട്ടൊന്ന് മൂപ്പിക്കേണ്ടതായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ അതിന് ആദ്യമേ ഞാൻ ഉള്ളി ഇട്ട് പോയി. കപ്പലണ്ടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉള്ളി വഴറ്റി അതിലോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമ്മുടെ അവലിട്ട് ഇളക്കി എടുത്താൽ മതി. നല്ലൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നാസ്തയാണിത് കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു രാവിലത്തെ നാസ്തയാണിത്. പിന്നെ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ, അപ്പോൾ സൺഡേ ആയാലും നോൺ വെജ് വാങ്ങിയിരുന്നു, ചിക്കൻ വാങ്ങി. അപ്പം മോനെ കൊണ്ട് ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്യിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവനെ കൊണ്ടാണ് ചിക്കൻ കഴുകി എടുപ്പിച്ചത്. അവൻ കഴുകി തന്നു, നല്ല വൃത്തിയായിട്ട് കഴുകി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് പേസ്റ്റ്, നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റും കുറച്ചും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വയ്ക്കാറുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണിത് കേട്ടോ. അപ്പം ഈ ചിക്കന് കുറച്ച് എരിവില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. ഞാൻ നോൺ വെജ് വയ്ക്കുമ്പോൾ നല്ലതുപോലെ എരിവ് ചേർത്താണ് വയ്ക്കാറുള്ളത്. അപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആഹാര കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. അത് ഒരു കുഞ്ഞു കുട്ടി തൊട്ടായാലും മുതിർന്നവർ വരെ, ഏത് ഏജ് പ്രായത്തിലുള്ളവരായാലും നമ്മൾ ഓരോ പ്രായത്തിലും കഴിക്കേണ്ട ഫുഡ് അത് കറക്റ്റ് ടൈമിൽ കഴിച്ചിരിക്കണം. പ്രായമായവർക്ക് കുറച്ച് ഫുഡ് മതിയെന്ന് പറയാറുണ്ട്. എന്നാൽ കുഞ്ഞു കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണമെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരായാലും കഴിക്കേണ്ട ഫുഡ് അത് കഴിക്കേണ്ട സമയത്ത് തന്നെ കഴിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. ഇപ്പം നമ്മൾ രാവിലെ ഉണർന്ന് എണീറ്റ ഉടനെ എന്തെങ്കിലും നല്ലൊരു ഫുഡ് കഴിക്കണം. എന്ന് വെച്ചാൽ ഒരു ബ്രെയിന് വീക്കാകാതിരിക്കാൻ വേണ്ടി രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില അമ്മമാരൊക്കെ ഉണ്ട്, രാവിലെ എണീറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ അവർ പലഹാരം ഉണ്ടാക്കി അത് കഴിക്കാറുള്ളൂ. പലഹാരം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരെയും വിട്ട് ജോലിക്ക് പോകുന്നവർ ആണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ അവരവരുടെ കാര്യം ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഞാൻ കാപ്പി ഇട്ടൊരു ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള നമ്മുടെ എള്ളുണ്ട ഉണ്ടാക്കുന്നെങ്കിലും അതിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർന്ന ഒരു എള്ളുണ്ടയാണ്. അപ്പം എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു ഫുഡ് ഞാൻ രാവിലെ തന്നെ കഴിക്കാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് കുറച്ച് നല്ല എനർജി കിട്ടും. കുറേ സമയം വരെ നമ്മളിപ്പം നാസ്ത ഉണ്ടാക്കുന്ന സമയത്തൊന്നും നമുക്ക് ക്ഷീണം തോന്നാറില്ല. അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് പതുക്കെ നമുക്ക് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അത് രാവിലെ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലരൊക്കെ ആണെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പിന്നെ 10-11 മണി വരെ എല്ലാ ജോലികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷമേ കാപ്പി കുടിക്കാറുള്ളെന്ന് കേട്ടിട്ടുണ്ട്. ചിലർ നമുക്കറിയാവുന്നവരിങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയും നമ്മളുടെ ശരീരത്തിന് അത് വീക്ക്നെസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ നാസ്ത ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. പിന്നെ നാസ്ത കഴിച്ച് കഴിഞ്ഞും ഉച്ചവരെ നമ്മൾ
ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചെടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിരിക്കണം. നമ്മുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും ആ സമയത്തൊക്കെ. അപ്പം അതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കി കഴിക്കുകയോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കുകയോ എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. എല്ലാവർക്കും വീട്ടിലുള്ളവർ ആരൊക്കെ ഉണ്ടോ അപ്പോൾ അവർക്കെല്ലാം കൊടുത്ത് ഞാനും കഴിക്കാറുണ്ട്. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലർ പറയുന്നത് കേൾക്കാം 6-നും 7-നും ഇടയ്ക്കുള്ള സമയത്ത് കഴിക്കണമെന്ന്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് എല്ലാം റെഡിയായി വരത്തില്ല. എങ്കിലും ഒരു 7-നും 8-നും ഇടയ്ക്കുള്ള സമയത്ത് തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കുന്നത് 1 മണി 1-നും 2-നും ഇടയ്ക്കാണല്ലോ. അപ്പോൾ ഇത്രയും സമയം ഗ്യാപ്പ് കൊടുക്കാതെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കണം. അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുകയോ, ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനെ ചിയ സീഡും അതെല്ലാം കൂടെ ചേർത്തൊരു ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെങ്കിലും കുടിക്കാറുണ്ട് ചിയ സീഡൊക്കെ ചേർത്ത്. ഇതൊക്കെ നമ്മുടെ ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ്റെ ആ ചാനൽ കാണാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ട ചില കാര്യങ്ങളൊക്കെ അത് ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പേരയ്ക്ക ഒരെണ്ണം കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. എനിക്ക് ഈ ഉപ്പും മുളക് പൊടിയും ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പേരയ്ക്ക ഒരുപാട് ഇഷ്ടമാണ്. അത് വാങ്ങിക്കാറാണ് ഇവിടെ പതിവ്. ഇവിടെ പേരമരം ഒരെണ്ണം നട്ട് വളർത്തിയിട്ടുണ്ട്. അതിൽ ദിവസമൊന്നും കിട്ടാറില്ല, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇത് വാങ്ങിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കും. വെള്ളവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. എനിക്ക് കുറച്ച് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി ഭയങ്കര പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം കുടിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രോബ്ലം എനിക്ക് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പം അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇന്ന് സൺഡേ ആയത് കാരണം നോൺ വെജ് ഉണ്ടാക്കി. പിന്നെ എനിക്ക് 2-3 ദിവസത്തേക്ക് കൂടി ഇനി വിളക്കൊന്നും കൊളുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഇത് കഴിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പൂജയും വിളക്ക് കത്തിക്കുന്ന ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം മാത്രമേ നോൺ വെജ് കഴിക്കാറുള്ളൂ കേട്ടോ. ഉച്ചയ്ക്കൊക്കെ ഞാൻ തൈരും പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറി കൊണ്ടുള്ള വിഭവം കാണും. തൈര് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ കൂട്ടിയാണ് ചോറ് കഴിക്കുന്നത്. തൈരും ഒരു പച്ചമുളകും അതൊക്കെ ചേർത്ത് മാത്രവും ഞാൻ ചോറ് കഴിക്കാറുണ്ട്. അപ്പം ഇത് കട്ട് ചെയ്ത് ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കഴിച്ച് തീർന്നു. അപ്പം അടുക്കളയൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും അടുക്കള ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി വയ്ക്കണം. അത് ഒരു 10 മിനിറ്റ് എന്നുള്ള സമയം എൻ്റെ മൈൻഡിലുണ്ട്. ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് കഴുകി വൃത്തിയാക്കി വയ്ക്കും. നേരത്തെ ഒന്നും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു കേട്ടോ. ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ട് അലങ്കോലമായി ഇട്ടിട്ട് പിന്നെ ചെയ്യാമെന്നുള്ള ഒരു മൈൻഡിൽ ഇട്ടിട്ട് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. വീടൊക്കെ വൃത്തിയാക്കി വയ്ക്കാറുണ്ട്. വീട് എപ്പോഴും വൃത്തിയാക്കി വെക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ചിലപ്പം മടി പിടിച്ച് അതൊക്കെ ചെയ്യാതിരിക്കുമായിരുന്നു. ചിലപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് വീടുകളിൽ നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോയോ അല്ലെങ്കിൽ ഈ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ പോകുമ്പോൾ അവർ വീട് വൃത്തിയാക്കി വയ്ക്കുന്നത് കാണുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര എനർജിയാണ്. ഞാനും അതുപോലെ ചെയ്യുമെന്ന്. അപ്പം എന്നും ഇങ്ങനെ ഇപ്പം ചെയ്യാറുണ്ട്. കുറച്ചൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം.